ഹലോ ഫ്രണ്ട്സ്, കേരള പി എസ് സിയുമായി ബന്ധപ്പെട്ട പുതിയൊരു അപ്ഡേഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അതായത് നിലവിൽ ക്ലർക്ക് അല്ലെങ്കിൽ അസിസ്റ്റൻ്റ് പോസ്റ്റിൽ ജോലി ചെയ്യുന്ന പ്രൊബേഷൻ പൂർത്തിയാക്കിയിട്ടില്ലാത്ത ആളുകൾക്കും ഇനി ഭാവിയിൽ ഈ സർവീസിലേക്ക് പ്രവേശിക്കുവാൻ പോകുന്ന ആളുകൾക്കും പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യണമെങ്കിൽ നിലവിൽ കേരള പി എസ് സി നടത്തി വരുന്ന പ്രൊബേഷൻ ടെസ്റ്റുകൾക്ക് പുറമെ ഒരു സ്കിൽ ടെസ്റ്റ് കൂടി പാസ്സാവേണ്ടതായിട്ടുണ്ട്. അതായത് പ്രൊബേഷൻ കാലാവധി പൂർത്തിയാക്കാൻ മലയാളത്തിലും ഇംഗ്ലീഷിലും മിനിറ്റിൽ 15 മുതൽ 20 വരെ വാക്കുകൾ ടൈപ്പ് ചെയ്യാൻ കഴിയണം. ടൈപ്പ് റൈറ്റിംഗ് ലോവർ പരീക്ഷ പാസ്സായവർക്ക് ഈ നിബന്ധന ബാധകമല്ല. അതായത് നിലവിൽ ടൈപ്പ് റൈറ്റിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റ് കയ്യിലുള്ളവർക്ക് ഈ നിബന്ധന ബാധകമല്ല. ഇതുവരെ ടൈപ്പ് റൈറ്റിംഗ് പഠിച്ചിട്ടില്ലാത്തവർക്ക് കേരള പി എസ് സി ഒരു സ്കിൽ ടെസ്റ്റ് നടത്തും. ഈ സ്കിൽ ടെസ്റ്റ് പാസ്സാവേണ്ടതായിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഈ പഠനം കണ്ടിന്യൂ ചെയ്യുക. അതിന് പുറമെ ഏതെങ്കിലും ഒരു ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി മലയാളവും ഇംഗ്ലീഷും ടൈപ്പ് റൈറ്റിംഗ് കൂടെ പഠിക്കുക വളരെ അത്യാവശ്യമാണ്.